നമ്മളിപ്പോ മുറ റിവ്യൂ ഷോ കഴിഞ്ഞിരിക്കുകയാണല്ലേ? യെസ്. നിങ്ങൾക്ക് എന്ത് ഫസ്റ്റ് ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് തോന്നി കണ്ടിട്ട്? ഞങ്ങൾക്ക് നല്ല എന്താ പറയാ, ഒരു റിവെഞ്ച് ഫിലിം കണ്ട എല്ലാ ത്രില്ലിങ്ങും ഉൾക്കൊണ്ട് തന്നെ നിൽക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ പ്രേക്ഷകര് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് എന്റെയും പ്രതീക്ഷ. സിനിമയുടെ ഭാഗമായി ആ സിനിമ തുടക്കക്കാരെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യത്തിന് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? കുട്ടികളും അതുപോലെ ഈ എടുക്കാനുണ്ടായ സാഹചര്യവും അതൊന്നും പറയാമോ? ഫസ്റ്റ് പുതിയ മുഖങ്ങളായോണ്ടും പിന്നെ പുതിയ മ്യൂസിക് ഡയറക്ടർ, അതിന് കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൂടെയും കാസ്റ്റ് ചെയ്യുന്ന അതിനായുള്ള ഒരു മാജിക് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഓൺ എഫേർട്ടും ആ പാഷൻ എല്ലാം അതിലിട്ടുണ്ട്. അതിലിപ്പോൾ അത് കാണാൻ പറ്റിയതുകൊണ്ട് ഒരു വലിയ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ സന്തോഷം കൂടെ ഉണ്ട്. എല്ലാവരും നല്ല ഈക്വൽ എഫേർട്ട്. പിന്നെ പുതിയ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റി, അവരും സൂപ്പർ വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിൽ നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു. സോ അതിലൊരു വലിയ സന്തോഷമുണ്ട്. ബാക്കി ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. എന്തായാലും ഇപ്പൊ ഈ സിനിമ ഇവിടെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നു. ഈ ഒരു ഈ നിമിഷം വരെ നല്ല ടെൻഷൻ ഉണ്ടായിരിക്കാം. ഇപ്പം കൂളായോ? മൈൻഡ് കൂളായോ? കുറച്ച് കൂൾനെസ് ഉണ്ട്. പക്ഷെ ഇനി റിലീസ് ആയി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി ഒരു കൂള് വരാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഈ റിവ്യൂസ് കിട്ടുന്നതിന് ഒരു നല്ല ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഈ റിവ്യൂസ് കേൾക്കുമ്പോൾ തന്നെ. ആൻഡ് ഇത് നമ്മള് തമിഴില് ഡബ് ചെയ്തിട്ടുണ്ട്. അത് ഇനി ബാക്കി തെലുങ്കിൽ ഹിന്ദിയിലൊക്കെ നോക്കുന്നേ ഉള്ളൂ. പക്ഷെ തമിഴിലും മലയാളത്തിലും റിലീസാണ്. എല്ലായിടത്തും റിലീസ് ആവുന്നുണ്ട്. തമിഴില് ഡബ് ചെയ്ത് ബാക്കി ഇനി ഡബ് ചെയ്യാനിരിക്കുന്നു. എനിക്കും പപ്പ ആക്ച്വലി ഒരു ആക്ഷൻ ഫിലിംസിന്റെ ക്രേസ് ഉള്ള ആളാണ്. എനിക്കും ഈക്വലി ആക്ഷൻ്റെ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് ആ ഇമോഷണൽ ആസ്പെക്റ്റ് ആണ് കുറച്ചും കൂടെ അതിലൊരു ഇൻട്രസ്റ്റ് വന്നത്. ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഫ്രണ്ട്ഷിപ്പ് എനിക്കൊരു റിലേറ്റബിലിറ്റി ഉണ്ട്. ഫുൾ റിലേറ്റബിലിറ്റി ഇല്ല, പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ റിലേറ്റബിലിറ്റി എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പ്രോജക്റ്റ് സൂപ്പർ ആയിരിക്കും. ദുൽഖറിന്റെ ആദ്യ മൂവി ഓർമ്മ വന്നു. ABCD, അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ്. ശരിക്കും പറഞ്ഞ ഒരു 6 താരങ്ങളുടെ ഉദയമാണെന്ന് തോന്നുന്നത്. ഇപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞു മുറാട് കണ്ടു കഴിഞ്ഞപ്പോ അതിനകത്തൊരു 6 താരങ്ങളുടെ ഉദയമായിട്ടാണ് തോന്നുന്നത്. ഈ പടത്തിലൂടെ എന്തായാലും അവർക്ക് നല്ലൊരു സ്പേസ് മലയാള സിനിമയിലാണെങ്കിലും ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരുണ്ടല്ലേ, ആ 2 പേരും നന്നായിട്ട് 6 പേരും നന്നായിട്ട് മത്സരിച്ച് അഭിനയിച്ചു തന്നെ പറയാം. അവര് ഫുൾ ഡെഡിക്കേഷൻ, പാഷൻ, എഫേർട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർക്കൊരു എനിക്ക് വേർഡ്സ് ഇല്ല. അവർക്ക് അത് കാണാൻ പറ്റും. അവരുടെ പെർഫോമൻസിൽ തന്നെ കാണാൻ പറ്റും. അവർ അത്രയും ഹാർഡ് വർക്ക് എഫേർട്ടാണ് ഇട്ടിരിക്കുന്നത്. കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതിലാണ് ഇനി ഇരിക്കുന്നത്. അവരിനി കണ്ടിട്ട് പറയട്ടെ. ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന എത്ര നല്ല ആക്ടർ ആണെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാവുന്ന കുറെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് അവർക്ക് കൊടുത്തു? നമ്മള് വർക്ക്ഷോപ്പ് നടത്തിയായിരുന്നു 15 days. അപ്പോൾ ക്യാരക്ടറിലോട്ട് മാറി വരാൻ, ക്യാരക്ടറിന്റെ ഇന്ററാക്ഷൻ ഒക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഓരോ ക്യാരക്ടറിനെ വെച്ച് ചേർത്ത് ചുക്ലി ഗ്യാങ് ഒക്കെ അവരൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനത്തെ ഒരു കുറേ വർക്ക്ഷോപ്സ് ഒക്കെ നടത്തുക. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ചെറിയ പ്രായത്തില് ഇത്രയും വലിയ ഒരു ഉത്തരവാദിത്വം, പ്രൊഡ്യൂസറിന്റെ ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുക്കുന്ന പേടിയുണ്ടായിരുന്നു? നല്ല പേടിയുണ്ട്, ഓഫ്കോഴ്സ്. അത് പണ്ട് ABCD സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അപ്പോഴേ ഇത് പ്രൊഡക്ഷൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ആലോചിച്ചു. പിന്നെ പപ്പയോട് ഇരുന്ന് ഇതെന്താണ് ക്യൂരിയസ് ആയി. പിന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഓക്കെ, ഞാനും ഇത് പഠിച്ചെടുക്കാം എന്നുള്ളൊരു ഇതിലാണ് കയറിയത്. സോ ഐ വാണ്ടഡ് ടു ലേൺ. അത് പാടാണ്, പക്ഷെ അതിനുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് വരാൻ പറ്റും എന്നാണ്. നല്ലൊരു വിജയം മാറട്ടെ. താങ്ക് യു സോ മച്ച്.